ക്ലാസ്സിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ സെക്ഷനിൽ 1.6 ആണ്. H2S, a toxic gas with a rotten egg smell, is used for quantitative analysis if the solubility of H2S in water at STP is 0.195 molar. ഓക്കെ, അപ്പോൾ സോലിബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ യൂണിറ്റ് കണ്ടറിയാം അതെന്താണ്, മൊളാലിറ്റി ആണ്. കാൽക്കുലേറ്റ് ദ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. നമുക്ക് ഹെൻറീസ് ലോ അറിയണം. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. അതുപോലെ മൊളാലിറ്റി എന്താണെന്ന് അറിയണം. മൊളാലിറ്റി എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. മൊളാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഓക്കെ, അതാണ് മൊളാലിറ്റി. ഈ രണ്ട് ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് മൊളാലിറ്റി എന്ന് പറയുന്നത് 0.195 മോളാലാണ്. ദാറ്റ് മീൻസ് 0.195 മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ ഹൗ മച്ച് 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്. അതായത് ഇവിടെ എന്ന് പറയുന്നത് H2S 0.195 മോൾ H2S 1 കിലോഗ്രാം വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്നതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അതാണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ടേം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണ്. ഹെൻറീസ് ലോന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് P = KHX ആണ്. അപ്പോൾ P എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ് തന്നിട്ടുണ്ട്. STP എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം P എന്ന് പറയുന്നത് എത്രയായിരിക്കും, STPയിൽ P എന്ന് പറയുന്നത് 1 ബാർ അല്ലെ 1 അറ്റ്മോസ്ഫിയർ ആയിരിക്കും. നമുക്ക് 1 ബാർ എന്ന് തൽക്കാലം എടുക്കാം. ഓക്കെ, അപ്പോൾ STP പ്രഷർ 1 ബാർ ആണ്. പ്രഷർ അറിയാം. KH ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് അറിയണം. എക്സ് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ അറിയണമെങ്കിൽ H2Sന്റെ നമ്പർ ഓഫ് മോൾസ് അറിയാം. ഇനി വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. അപ്പോൾ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ആണ്. അപ്പോൾ ഇവിടെ മാസ് ഇൻ ഗ്രാംസ് എന്ന് പറയുന്നത് എത്രയാ, 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1000 ഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ അറിയില്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുക, 18 ഗ്രാം പെർ മോൾ ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ 55.55 മോൾ ഓഫ് വാട്ടർ ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്കിനി ഈസി ആയിട്ട് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ H2Sന്റെ മോൾ ഫ്രാക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S. H2Sന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം, ഓൾറെഡി തന്നിട്ടുണ്ട്. 0.195 മോൾ ആണ്. ഓക്കെ, 0.195 ഡിവൈഡഡ് ബൈ total number of moles 0.195 plus വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് ദാറ്റ് ഈസ് 55.55. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3.5 ഇൻറ്റു 10⁻³ ആണ് കിട്ടും. ഇതാണ് ഇവിടുത്തെ മോൾ ഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് എക്സും കിട്ടി. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് KH കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, KH is equal to P divided by X ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ KH എന്ന് പറയുന്നത് ആ ഒരു ഹെൻറീസ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടുക KH is equal to P divided by X ആണ്. P എന്ന് പറയുന്നത് 1 ബാർ ആണ്. ഡിവൈഡഡ് ബൈ X. X എന്ന് പറയുന്നത് 3.5 ഇൻറ്റു 10⁻³ ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് 286 ബാർ ആയിരിക്കും. അല്ല, ഇനി നമുക്ക് കിലോ ബാറിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കഴിയുമ്പോൾ 0.29 കിലോ ബാർ ആണ് കിട്ടും. ഓക്കെ, അപ്പോൾ ഏതർ ബാറിലോ കിലോ ബാറിലോ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്. ആദ്യം ഈ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. അതുമാതിരി മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ അറിയണം. അപ്പോൾ ഇതിൽ പല ഇതുണ്ട്. ഒന്ന് ഈ ഇക്വേഷൻ അറിയണം, അതുമാതിരി മൊളാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയണം, അതുമാതിരി എക്സ് മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഫോർ CO2 ഇൻ വാട്ടർ ഈസ്. അപ്പോൾ ഇവിടെ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആദ്യം എടുത്തെഴുതാം. KH എന്ന് പറയുന്നത് എത്രയാണ്, 1.67 ഇൻറ്റു 10⁸ പാസ്കൽ ആണ് at 298 Kelvin and calculate the quantity of CO2 in 500 ml of soda water when packed under 2.5 atmosphere. അപ്പോൾ 2.5 atmosphere ആണ് പ്രഷർ. അപ്പോൾ നേരത്തെ യൂസ് ചെയ്ത സെയിം ഇക്വേഷൻ P is equal to KHX. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ P അറിയാം, KH അറിയാം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, X ആണ്. X is equal to P by KH. P എന്ന് പറയുമ്പോൾ 2.5 അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് അറ്റ്മോസ്ഫിയറിനെ എന്ത് ചെയ്യണം, രണ്ടിനെ ഒരേ ടേംസിലോട്ട് മാറ്റണം. അപ്പോഴല്ലേ ക്യാൻസൽ ആയിക്കോളൂ. രണ്ടിനെ ഒരേ യൂണിറ്റ്സിലോട്ട് മാറ്റണം. അപ്പോൾ 1 അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമുക്കറിയാം എത്ര പാസ്കലാണ്. അപ്പോൾ ഇവിടെ അറിയേണ്ട വേറൊരു കാര്യം ആ യൂണിറ്റ് കൺവേർഷൻ ആണ്. 1 അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് 1.013 ഇൻറ്റു 10⁻⁵
പാസ്കൽ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. യൂണിറ്റ് കൺവേർഷൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് പാസ്കലിലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 2.5 അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ 2.5 into 1.013 into 10⁵ പാസ്കൽ ഡിവൈഡഡ് ബൈ KH എന്ന് പറയുന്നത് 1.67 into 10⁸ പാസ്കൽ ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാന്ന് കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും. അത് 1.52 into 10⁻³ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി തന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ 500 ml ഓഫ് സോഡ വാട്ടർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 500 ml ഓഫ് സോഡ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മോള് നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 500 ml 1 ml എന്ന് പറയുന്നത് 1 ഗ്രാമിന് ഇക്വലന്റ് ആണ്. അപ്പോൾ ഈ യൂണിറ്റ് കൺവേർഷനും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 500 ml നമുക്ക് 500 ഗ്രാം ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ വാട്ടർ ആണ്, സോഡ വാട്ടർ 500 ml വെയിറ്റ് അറിയാം. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. ഹൗ? 500 ഗ്രാം ഡിവൈഡ് ബൈ വാട്ടറിൻ്റെ എന്ന് പറയുമ്പോൾ 18 ഗ്രാം പെർ മോൾ ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ 27.78 മോൾ ഉണ്ടെന്ന് കിട്ടും വാട്ടർ. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, അപ്പോൾ നമുക്ക് മോൾ ഫ്രാക്ഷൻ ആണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ എന്താണ്? അതായത് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് മോൾ ഫ്രാക്ഷൻ നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. അപ്പോൾ ഈ വാട്ടറിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഡിനോമിനേറ്ററിലുള്ള ഈ ടേം നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ വരും? എക്സ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, വിച്ച് ഇസ് 1.52 into 10⁻³ which is equal to number of moles of carbon dioxide നമുക്ക് അറിയില്ല. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ്? 27.78 ആണ്. അപ്പോൾ ഹെൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 1.52 into 10⁻³ into 27.78 ആയിരിക്കും. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4.22 into 10⁻² മോൾ ആണെന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് നമുക്ക് അതിനെ മാസിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻ ഗ്രാംസ് ബൈ മോളിക്കുലർ മാസ് ആണ്. അപ്പോൾ നമുക്ക് മാസ് ഇൻ ഗ്രാംസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനെ മോളിക്കുലർ മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 4.22 into 10⁻² മോളാണ്. മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറിയില്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഓരോ അറ്റോമിക് മാസ് എടുത്ത്. ആക്ച്വലി ഇറ്റ് ഈസ് 44 ഗ്രാം പെർ മോളാണ്. അപ്പോൾ ഇത് എത്രയാന്ന് കിട്ടും? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 1.86 ഗ്രാം ആണ് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് P = KHX, അത് അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. പിയും KHും തന്നിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് കൺവേർഷൻസ് അറിഞ്ഞിരിക്കണം. പിന്നെ വാട്ടറിന്റെ വോളിയം ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ വെയിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും ദെൻ അതിനെ വെയിറ്റിലോട്ടും കൺവേർട്ട് ചെയ്യാം. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ liquids A and B at 450 and 700 mmHg respectively at 350. Find out the composition of liquid mixture if the total vapor pressure തന്നിട്ടുണ്ട് and also find the composition. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു പേജ് തന്നെ ഞാൻ ഇവിടെ കോപ്പി ചെയ്തതാണ്. അതായത് യൂഷ്വലി പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് P1 = P01x1 ഉം P2 P02 x2 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഡാൾട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ P1 + P2 ആണ്. അപ്പോൾ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P01 x1 + P02 + x2. നമുക്കറിയാം എന്ത്? x1 + x2 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? x1നെ 1 - x2 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ x2 അങ്ങനെ തന്നെ എഴുതാം. സോ അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫോമിലോട്ട് വരും. അപ്പോൾ P ടോട്ടലിനുള്ള ഈ ഇക്വേഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും.
Then അടുത്തത് പിന്നെ ചോദിച്ചല്ലോ ഓൾസോ ഫൈൻഡ് ഔട്ട് ദ ഒരു വൺ മോർ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഓൾസോ ഫൈൻഡ് ഔട്ട് ദ കോമ്പോസിഷൻ ഇൻ വേപ്പർ ഫേസ്. വേപ്പർ ഫേസിൽ യൂസ് ചെയ്യുന്നത് ഇതാണ്, P1 = Y1 P total, P2 = Y2 P total ആണ്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമന്റ് സെക്ഷനിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ സെപ്പറേറ്റ് ക്ലാസ് എടുക്കാം. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നത്. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് P1 എന്ന് പറയുന്നത് Y1 P total ആണ് എഴുതാം. P1 എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ആണ്, ഇത് ടോട്ടൽ പ്രഷർ ആണ്, Y എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ്സ്. അപ്പോൾ നമുക്ക് പ്യുവർ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ എഴുതുമ്പോൾ എങ്ങനെയാണ്, P0 ഓഫ് A എന്ന് പറയുന്നത് 450 mmHg ആണ്, P0B എന്ന് പറയുന്നത് 700 mmHg ആണ്. ആൻഡ് ദെൻ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് P total എന്ന് പറയുന്നത് 600 mmHg ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ P total ഈക്വൽ ടു P0A പ്ലസ് P0B മൈനസ് P0A ഇൻറ്റു XB ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, P total എന്ന് പറയുന്നത് 600 ആണ്, ആൻഡ് P0A 450 പ്ലസ് P0B എന്ന് പറയുന്നത് 700 മൈനസ് 450 ഇൻറ്റു XB. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് XB എന്ന് പറയുന്നത് കിട്ടും. സിമ്പിൾ മാത്സ് ആണ് ഇതിനെ റീഅറേഞ്ച് ചെയ്യുക. അതായത് ആദ്യം 700 മൈനസ് 450 ചെയ്യുക, എന്നിട്ട് ഇതിനെ ഇപ്പുറത്തോട്ട് എടുക്കുക, ദെൻ ഡിവൈഡ് ചെയ്യുക. നമുക്ക് XB എന്ന് പറയുന്നത് 0.6 ആണെന്ന് കിട്ടും. ഇത് റീഅറേഞ്ച് ചെയ്ത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം XA പ്ലസ് XB ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ XA എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 മൈനസ് XB ആയിരിക്കും. ദാറ്റ് ഈസ് 1 മൈനസ് 0.6 വിച്ച് വിൽ ബിക്കം 0.4. അപ്പോൾ ഇതാണ് ലിക്വിഡ് ഫേസിലുള്ള രണ്ട് ആൻസർ. ഇനി വേപ്പർ ഫേസിലോട്ട് വരുമ്പോൾ എന്താവുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, അതാണ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ വേപ്പർ ഫേസിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം PA കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമുക്കിപ്പോൾ P0Aയും അറിയാം, XAയും അറിയാം. P0A എന്ന് പറയുന്നത് 450, XA എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 0.4 ആണ്. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ 180 mmHg ആണ് കിട്ടും. ദെൻ PB എന്ന് പറയുന്നത് P0B XB ആണ്. ദാറ്റ് ഈസ് P0B എന്ന് പറയുന്നത് എത്രയായിരുന്നു, 700 ആയിരുന്നു. 700 ഇൻറ്റു 0.6 ചെയ്യാം, അപ്പോൾ 420 mmHg ആണ് കിട്ടും. അപ്പോൾ PAയും PBയും കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ അനുസരിച്ചിട്ട് P1 ഈക്വൽ ടു Y1 ഇൻറ്റു P total ആണ്, അല്ലെങ്കിൽ PA എന്ന് പറയുന്നത് YA ഇൻറ്റു P total ആണ്. അതേമാതിരി PB എന്ന് പറയുന്നത് YB ഇൻറ്റു P total ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് YAയും YB ആണ്. വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഫൈൻഡ് ഔട്ട് ദ കോമ്പോസിഷൻ ഇൻ വേപ്പർ ഫേസ്. അപ്പോൾ YA എന്ന് പറയുന്നത് വേപ്പർ ഫേസിലുള്ളതാണെന്നുണ്ടെങ്കിൽ YA എന്ന് പറയുന്നത് PA ബൈ P total ആയിരിക്കും. അപ്പോൾ PA എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചത് 180 mmHg ആണ്. അപ്പോൾ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 600 mmHg ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 0.3 ആണ് കിട്ടും. YB എയ്തർ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, 1 മൈനസ് 0.3 ഈക്വൽ ടു 0.7 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, PB ബൈ P total ചെയ്യാം. PB എന്ന് പറയുമ്പോൾ 420 ബൈ 600 ചെയ്യാം. എന്ത് ചെയ്താലും 0.7 തന്നെ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ വേപ്പർ ഫേസിലെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്, 0.3യും 0.7ഉം ആണ്. അതേസമയം ലിക്വിഡ് ഫേസിൽ ഉള്ള മോൾ ഫ്രാക്ഷൻ XB ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ XB 0.6ഉം XA 0.4ഉം ആണ്. ഇത്രയാണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത സെക്ഷൻ ഓഫ് കുറച്ചൊരു 4 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.